ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് കൂടാം കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ ചോറ് ചൂടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടിയിലത്തെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മുകളിൽ ഒരു പാത്രം കൂടി വെച്ചിട്ട് അതിൽ ആണ് കേട്ടോ ചോറ് ചൂടാക്കാൻ വെക്കുന്നത്. ഈ ഒരു തട്ടിലാണ് ചോറ് ചൂടാക്കാൻ വെക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഉപ്പേരി വെക്കാൻ ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാവുന്ന നേരം കൊണ്ട് വേഗം അത് മുറിച്ച് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ അരിയൊക്കെ ഇല്ലേ, പച്ചരിയൊക്കെ നമ്മൾ കുറേ ദിവസം നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുമല്ലേ. സൂക്ഷിച്ച് വയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ എടുക്കുകയുള്ളൂ, കുറച്ചൊക്കെ ഇടലേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഈ കറുത്ത പ്രാണികൾ, ചെള്ള് പോലത്തെയോ അല്ലെങ്കിൽ അതിനെ കുത്താളി എന്നും പറയും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അരിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ അത് വരില്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേപ്പില അതിൽ ഒരു പാത്രത്തിൽ, അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അതിന് കുറച്ച് ടിപ്സോളം ഉണ്ട്. അപ്പോൾ ഇന്ന് 2 കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നൊരു നുള്ള് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നതിനിടയിൽ തന്നെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ കേട്ടോ. നല്ല ചൂടാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ചെറിയൊരു കഷ്ണം നാരങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വെള്ളം കലക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഈ ഒരു പാക്കറ്റ് കൊണ്ടാട്ടം എടുത്ത് തന്നിരിക്കുകയാണ് കേട്ടോ. അമ്മ എനിക്കിത് വറുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ആ ബോക്സിൽ നിന്ന് എടുത്ത് എനിക്ക് തന്നിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്കുള്ളത് താളിക്കാൻ പോവാണ് കേട്ടോ. ക്യാരറ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ വറ്റൽമുളകാണ് ഇടുന്നത്. പച്ചമുളക് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ആ നീളത്തിലുള്ള കൊണ്ടാട്ടത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. കൊണ്ടാട്ടം എന്ന് പറയും. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം വറക്കുമ്പോൾ ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയിട്ട് വറ്റൽമുളക് അതിലിട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ വേറൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എണ്ണ തീർന്നിരിക്കണതുകൊണ്ട് ഞാൻ വേഗം എണ്ണ എടുത്തിട്ട് ബോട്ടിലിൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് ഒഴിക്കണ സമയത്ത് ശ്രദ്ധ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എണ്ണ അങ്ങനെ പോകും കേട്ടോ. ഞാനപ്പോൾ ശ്രദ്ധിച്ച് ഒരു തുള്ളി പോലും പോയില്ല കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ ഒന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒന്നും പോവാതെ കറക്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കൊണ്ടാട്ടം വറക്കാൻ പോവാണ് കേട്ടോ. ആളടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീളത്തിലുള്ള കൊണ്ടാട്ടമാണ് കേട്ടോ അത്. അവന് രോഹിത്തിന് ഒത്തിരി ഇഷ്ടമാണ്. സഞ്ജിത്ത് പപ്പടം കഴിക്കില്ല, ഈ നീളത്തിലുള്ള കൊണ്ടാട്ടം കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് കുറച്ചേ ഉള്ളൂ, അത് മൊത്തം വറുത്തെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പക്ഷെ അധികമൊന്നും അങ്ങനെ എപ്പോഴും ഇല്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, എപ്പോഴും കൊടുക്കില്ല. പക്ഷേ രോഹിത്തിന് ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴും ചോദിക്കുകയൊക്കെ ചെയ്യും. പപ്പടത്തിൻ്റെ ആളൊക്കെയാണ് കേട്ടോ അവൻ. പക്ഷെ ഞാൻ എപ്പോഴും കൊടുക്കുന്നില്ല. പാത്രമൊക്കെ എടുത്തു തരാം കേട്ടോ എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പടമൊക്കെ കാച്ചി വറ്റൽമുളക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കാച്ചി വയ്ക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. താങ്ക്